ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റും ഏറ്റവും സുലഭമായി നമുക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മൾ വളരെയധികം പാഴാക്കി കളയുന്നതുമായ ഒരു വസ്തു, അത് ഉപയോഗിച്ച് നമ്മളൊരു കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും? എന്തായിരിക്കും അത്? മറ്റൊന്നുമല്ല, നമ്മുടെ ഉണങ്ങിയ ഇല. നമ്മൾ എന്ത് ചെയ്യും? ഈ ഉണങ്ങിയ ഇലകളെ നമ്മളൊരു ശല്യമായിട്ടാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. നമ്മൾ വീടിന് ചുറ്റുമുള്ള മരത്തുനിന്ന് വീഴുന്ന ഇലകൾ നമ്മൾ ഒന്നുകിൽ അടിച്ചു വാരിക്കളയും, അല്ലെങ്കിൽ കത്തിച്ച് കളയും. അങ്ങനെയല്ല, നമുക്കതിനെ കൊണ്ട് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ വ്യൂവേഴ്സ് ഇത് കമൻറ്റിലൂടെ ഒരുപാട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോ. പക്ഷേ എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്കതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് കണ്ടോ, ഇതാണ് ലീഫ് മോൾഡ് അല്ലെങ്കിൽ ലീഫ് കമ്പോസ്റ്റ്. ഇതിന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ 1 വർഷം എടുത്തു. ഇതുപോലുള്ള അവസ്ഥയിലേക്ക് ആക്കി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയ ഇലകൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഇട്ട് വെച്ച് അതിനെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ ഇതിന് ഓർഗാനിക് കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും മറ്റും വളർച്ചയ്ക്ക് ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ പോട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ചകിരിച്ചോറിനും പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് സോയിലിനെ മൾച്ച് ചെയ്യുന്നു. അതുപോലെ നല്ലൊരു കണ്ടീഷണറും കൂടിയാണ്. മണ്ണിലെ ശരിക്കും ഒരു ടെമ്പറേച്ചറെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ചെടികൾക്ക് നന്നായിട്ട് വളരാനുള്ള ഒരു സാഹചര്യവും കൂടി ഇത് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോട്ടി മിക്സിന് നല്ലൊരു ലൈറ്റ് ടെക്സ്ചർ കൊടുക്കും. അതിൻ്റെ വേരോട്ടത്തിനൊക്കെ നന്നായി സഹായിക്കുന്ന ഒരു കമ്പോസ്റ്റാണ് ലീഫ് കമ്പോസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ അത്യാവശ്യ ഗാർഡൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗണാണ്. ഞാനിവിടെ 2 മാസം മുമ്പേ തയ്യാറാക്കിയ എൻ്റെ ലീഫ് മോൾഡിൻ്റെ ഒരു ഡ്രം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ചാക്കുകൊണ്ട് പൊത്തി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഇതിൽ നിറച്ച് വെച്ചതാണ്, ഇത്രയും നിറയെ വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത് കുറഞ്ഞ് ഇത്രയായി. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇത് കണ്ട, ഞാൻ പ്ലാവിൻ്റെ ഇലയും ഒക്കെ ഇട്ടത് കൊണ്ട് പ്ലാവെല്ലാം മുളച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെളിച്ചക്കുറവുണ്ട്. പുറത്ത് നല്ല മഴയുമാണ്, വെളിച്ചമില്ല. ഇത് കണ്ട, ഇതിൻ്റെ അടിയിലൊക്കെ കുറേ ഇത് ശരിക്കും ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് ആവുള്ളൂ. പക്ഷേ അടിയിലേക്കോളം എനിക്ക് അങ്ങനെ ഇളക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു 10% പൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ശരിക്കും നമ്മൾ അടിയെ ഒരു വലിയൊരു ടാങ്കിലൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കാൻ പറ്റും. ഇതിൽ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റും. പക്ഷേ എന്നാലും നമുക്ക് 1 വർഷത്തേക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എല്ലാ വർഷവും കൂടി ഉണ്ടാക്കിയാൽ മതി. ഞാൻ കുറേ നാളായി ഇത് തുറന്നു നോക്കാണ്ട്. ഇന്നിപ്പോൾ തുറന്നു നോക്കി. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതെന്തോ ഒരു കവറും വന്ന് വിട്ടിട്ടുണ്ട്. നമുക്ക് ലീഫ് മോൾഡ് തയ്യാറാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: ഡ്രമ്മ്, പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഉണങ്ങിയ ഇലകൾ ഞാൻ മഴക്കാലത്തിന് മുമ്പേ കുറച്ച് സംഭരിച്ച് വെച്ചതാണ്. നേരത്തെ അന്ന് ഉണ്ടാക്കിയതിന് കുറച്ച് ബാക്കിയാണ് ഇത്. പിന്നെ ഞാൻ കുറച്ച് യൂറിയ, പിന്നെ വെള്ളം വേണം. ഇനിയിപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഈ പ്ലാസ്റ്റിക് ഡ്രമ്മിന് പകരം നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്ക് എടുക്കാം. പക്ഷേ പ്ലാസ്റ്റിക് ചാക്കെല്ലാം എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ യൂറിയ ഇടുന്ന സമയത്ത് ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രം എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഡ്രമ്മിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന് എയർ ഹോൾസ് ആവശ്യമാണ്. കാരണം എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമുക്ക് ഇലകൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂ. അപ്പോൾ ഇതിന് എയർ ഹോൾസ് ആവശ്യമാണ്. പക്ഷേ ഇതിനിപ്പോൾ എയർ ഹോൾസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല. ഇത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും, അത് തന്നെ വഴിയുള്ളൂ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടാൻ പോവുകയാണ്. ഇലകൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 2-3 ഇപ്പം മാവിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, അതുപോലെ കാഞ്ഞിരത്തിൻ്റെ ഇല, ഇതുപോലെ പലതരം ഇലകളായ നല്ലത്. ഇങ്ങനെ ഞാൻ കുറച്ച് ഇലകളിട്ടു. ഇനി ഞാൻ ഇതിലേക്ക്
ഇതിലേക്ക് ഞാൻ കുറച്ച് യൂറിയ ഇടുകയാണ് കേട്ടോ. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ യൂറിയ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇലകൾ നനഞ്ഞാൽ മാത്രമേ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂ. നല്ലോണം വെള്ളം വേണ്ട, ഒന്ന് നമ്മൾ ഇട്ടെടുത്തേക്ക് ഒന്ന് നനയാൻ വേണ്ടി മാത്രം വെള്ളം കൊടുക്കുക. ഇനി വീണ്ടും അതേപോലെ ലെയറായിട്ട് വീണ്ടും അതേപോലെ ഇലകൾ. വീണ്ടും നമുക്ക് കുറച്ച് യൂറിയ കുറച്ച് യൂറിയ ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറേ മുമ്പേ കൊണ്ടുവച്ച ഇലയായതുകൊണ്ട് ഇപ്പം തന്നെ അത് കുറച്ച് ഇത് കണ്ട. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇലകളിൽ മിക്കവാറും ഫംഗസ് ഉണ്ടാകും. കണ്ടോ, ഇതിലൊക്കെ ഒരു വെള്ള കളറുണ്ട് ഈ ഇലകളിൽ. ഇതെല്ലാം ഫംഗസാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫംഗിസൈഡ് എന്തായാലും ഉപയോഗിക്കണം. നമ്മൾ ലീഫ് മോൾഡ് ചേർക്കുന്ന സമയത്ത് എന്തായാലും ഫംഗിസൈഡ് മിക്സ് ആക്കിയിട്ട് വേണം ചെടികൾക്ക് ഇത് ആഡ് ചെയ്യാൻ. ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ ഈ ഡ്രമ്മ് താഴെ വെക്കുകയാണ്. കുറച്ച് അമർത്തി കൊടുക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അമർന്നു പോകും. വെള്ളമെല്ലാം ഒഴിക്കുന്നതല്ലേ, പിന്നെ യൂറിയയും കൂടി അത് പൊടിഞ്ഞ് അമർന്നു പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് അമർത്തി കൊടുക്കാം. അത് വേണമെങ്കിൽ നല്ലോണം ഒന്ന് നനച്ചു മതി. ഇനിയിപ്പം നമ്മളിതിനെ ഒന്ന് അടച്ചു വെച്ച് അവിടെ സൂക്ഷിച്ചു വെക്കുക. ഇപ്പം നമുക്ക് എന്താ എയർ ഹോൾസ് ഇല്ലാത്തത് കൊണ്ട് ഇടക്കിടക്ക് ഈ മൂടി ഒന്ന് എടുത്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കോല് എന്തെങ്കിലും കമ്പ് വെച്ച് ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. എന്നാൽ തന്നെയും 6 മാസം മുതൽ 12 മാസം വരെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടാൻ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. എല്ലാവരും കണ്ടുവല്ലോ എത്ര എളുപ്പത്തിൽ നമ്മൾ വലിച്ചെറിയുന്നതും കത്തിച്ച് കളയുന്നതുമായ ഒരു സാധനം കൊണ്ട് കോമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. എൻ്റെ കലേഡിയം പ്ലാന്റ്സിനും എൻ്റെ ബിഗോണിയക്കും എല്ലാം ഞാൻ ഈ ലീഫ് മോൾഡ് ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്ത് നിങ്ങളെല്ലാം കണ്ടതാണ്. അതിൻ്റെ വേരുകൾക്ക് ഒരു കുളിർമയും അതിൻ്റെ ഒരു ആ ചെടികൾക്ക്, അതുകൊണ്ട് തന്നെ ആ ചെടികൾക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടുന്നത് എൻ്റെ ഒരു വിശ്വാസം ഈ ലീഫ് മോൾഡ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും എനിക്കിഷ്ടം പോലെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.